ഹലോ, അസ്സലാമലൈക്കും. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്താ ഉണ്ടാക്കാൻ പോകുകയെന്നറിയോ? പച്ചക്കായും കൊണ്ട് നമുക്ക് അടിപൊളി ഒരു കൂട്ടം ഉണ്ടാക്കാം. അങ്ങനെ പച്ചക്കായ അതിൻ്റെ തൊലിയൊക്കെ ഉരിഞ്ഞിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയിട്ട് വെള്ളത്തിലിട്ടേക്കുക. അതിൻ്റെ കറയൊക്കെ പോകുന്നേരം നമുക്ക് വെള്ളത്തിലിട്ടേക്കാൻ പറ്റില്ല. അതിന് ശേഷം നമുക്ക് ഇതായിരിക്കും മസാല കൂട്ടാം. ഗ്ലാസ് ഒരു ബോൾ തൈക്കേസം മഞ്ഞൾപ്പൊടി ഇട്ട് കുറച്ച് മുളക് പൊടി ഇട്ട് കുറച്ച് കുരുമുളകിൻ്റെ പൊടി ഇട്ട് കുറച്ച് കോൺഫ്ലവർ ഇട്ട് പിന്നെ അത്യാവശ്യത്തിൽ ഇട്ടായിട്ടില്ല. എത്ര കൂട്ടാൻ എന്നെ ഇഷ്ടമായി കുറച്ച് മസാല, ചിക്കൻ മസാല, കുറച്ച് മസാല എന്ന് പറയും. കൈക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടണേ. അതിൻ്റെ മുന്നേ എന്തായാലും ഉപ്പിടുക. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ചെറിയ ഉള്ളി ഉണ്ട് ഇട്ട. ചെറിയ ഉള്ളി തന്നെ അന്നും പാടിട്ട കുറച്ചധികം നല്ല രസം ഉണ്ടായി. നിങ്ങൾക്ക് എത്ര വേണമെങ്കിൽ അത്ര ഇട്ടെടുക്കും. കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. എന്നിട്ട് നമുക്കതൊന്ന് പേസ്റ്റ് ആക്കാം. നല്ലപോലെ ഒന്ന് കുഴച്ചിട്ട് എല്ലാം കൂടെ ഒന്ന് സെറ്റാക്കി എടുക്കാം. ഇതെന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരെയും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീഡിയോസ് ഫുള്ളായി കാണാനൊക്കെ സ്ലിപ്പ് ചെയ്യാതെ കാണാൻ. ഞങ്ങൾക്ക് ഇങ്ങനെ വട്ടത്തിൽ ചെറിയ കഷ്ണങ്ങളാക്കി നോക്കിയിട്ട് ഇട്ട് കാണിക്കില്ലേ. അതിനുശേഷം നമുക്ക് മസാല കൂട്ടിയിൽ അയക്കട്ടെ. എല്ലാവർക്കും അതൊന്ന് എല്ലാം പാടും ജോയിൻ്റ് ആക്കുക. മസാലയും സാമ്പാറും കൂട്ടും ജോയിൻ്റ് ആക്കിയിട്ട് 5-10 മിനിറ്റ് വെക്കുക. എന്താ പറയുക, മസാല പിടിച്ചിട്ടുണ്ടല്ലോ, അതിനനുസരിച്ച് രസം ഉണ്ടാവും. കുട്ടിയാണ് ഓനിട്ട് ചിലപ്പോൾ വീഡിയോസൊക്കെ കാണുമ്പോൾ എടുക്കുമ്പോൾ വന്നിരിക്കും. ഇങ്ങനെതാ നല്ല അടിപൊളിയായിട്ടില്ലേ. ഒരു 10 മിനിറ്റ് നമുക്ക് വെക്കുക. എന്താ നമുക്കെന്നാ എൻ്റെ രസം എന്നാൽ പിന്നെ എന്താ ഇങ്ങനെ ചട്ടി എടുപ്പത്ത് വെച്ച് ഒരു രസം എണ്ണ ഒഴിച്ച് ഞാൻ മസാല കൂട്ടിയത് നമുക്ക് കഴിക്കില്ല. ഞാനൊരു 10 മിനിറ്റൊക്കെ വെച്ചുകൊണ്ടില്ലേ. ഇങ്ങനെ എല്ലാവരും വെക്കണമെങ്കിൽ നമുക്ക് വെക്കുന്നതിനനുസരിച്ചുള്ള രസം ഉണ്ടാവും. നമുക്ക് മസാല പൊടിച്ചെല്ലാം അടിപൊളിയായി. അത് നമുക്കത് എണ്ണയ്ക്ക് ഇട്ട് ചൂട് വെക്കാൻ തിന്നാൻ നല്ല നല്ല രസം ഉണ്ടാകുന്നു. തണുക്കുമ്പോൾ കുറച്ചൊരു ഇത് മാറ്റം ഉണ്ടാവും. നമുക്ക് എന്താ ചൂടാറാതെ പാത്രം വാങ്ങിയില്ലേ, ഇൻഷാ അല്ലാ വാങ്ങണം. ഇതിനൊക്കെ പൈസ ഇട്ടിട്ട് നടത്തിയിട്ട് വേണം വാങ്ങാൻ. കുറേ പ്രതീക്ഷകളുണ്ട്. പക്ഷേ പ്രതീക്ഷയിലൊക്കെ അസ്തമിച്ചെന്നാവാം. കുറച്ചും കണ്ടു. അതിന് ശേഷം നമുക്കതിന് പാത്രത്തിലേക്ക് എടുത്തിട്ടാട്ടോ. പഠിച്ചോണ്ട് എന്താ പറഞ്ഞേക്കണേ, ഞാൻ ചെയ്യും. പക്ഷെ അവസാനം ചെയ്യുമ്പോഴത്തേക്കും ഞാൻ മെസ്സാരി ആവശ്യമുണ്ടാവും. എല്ലാവരും വീഡിയോസ് ഫുള്ളായി കാണുക, സെലക്ട് ചെയ്യാതെ കാണുക. സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിലാണ് കാണുക, അങ്ങനെ ഒക്കെ ചെയ്യാം. ഓക്കെ, കോരിത്തിട്ടല്ല, ബാക്കിയുള്ള ഉമ്പാടല്ലേ, ഉമ്പാടെ നമുക്ക് അതിലേക്ക് എടുത്തിടാം. ഇതിലെന്തൊക്കെ വിശേഷങ്ങൾ? നിങ്ങളുടെ നാട്ടിൽ മഴയൊക്കെ ഉണ്ടോ? ഇവിടെ മഴയൊക്കെ ഉണ്ട്. ഇപ്പോൾ മഴ പെയ്യുന്നുണ്ട്. വീഡിയോസ് എടുക്കുകയും ഇവിടെ നല്ല മഴയാണ്. ഇങ്ങനെ ബാക്കിയുള്ള ഉമ്പാടെ എനിക്ക് അതിലേക്ക് എടുത്തിടാം. പിന്നെ എന്താ, നിങ്ങൾ ആരും വീഡിയോസ് കാണില്ലേ? എന്നെ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് അത്. എൻ്റെ വീഡിയോസ് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് വീഡിയോസ് കാണാതെ. കാണുക, സെൽഫ് ചെയ്യാതെ കാണുക. ഞാൻ ചിലപ്പോൾ ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ടാവും, ഓൾക്ക് പൈസ ഇട്ടിപ്പോൾ എന്ത് നമുക്ക് കാര്യം അല്ലേ. എന്നാലും എൻ്റെ ഇഷ്ടമില്ലെങ്കിൽ മഴ തുറന്നിച്ചിട്ട് ഇങ്ങനെ കണ്ടാലും മതി. ചിലപ്പം വിചാരിക്കും, അങ്ങനെ വിചാരിക്കട്ടെ, ഞാനൊരു പാവാണ്. എല്ലാവരും വീഡിയോസ് കാണുക, സ്കിപ്പ് ചെയ്യാതെ കാണുക. എല്ലാ വീഡിയോസും കാണണം. നമ്മൾ രണ്ടാമതും വൈക്കഞ്ഞി എടുത്ത് അയക്കണ്ട. പിന്നെന്താ, ഞാൻ നാട്ടിൽ നല്ല മറന്നു. ഇവിടെ കായിന്നൊക്കെ നല്ല മുരുന്നലായിരുന്നു. നല്ല അടിപൊളി രസം ഉണ്ടായിരുന്നു. സൂപ്പറായിരുന്നു, അടിപൊളിയായിരുന്നു. ഇങ്ങനെ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. പിന്നെന്താ, അടുത്ത വീഡിയോ കാണുന്നവരെല്ലാവർക്കും ബൈ, അസ്സലാമലൈക്കും.